അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ബാബറി മസ്ജിദിനെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ബാബറി മസ്ജിദ് ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പള്ളിയായാണ് കണക്കാക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെ ഇസ്ലാമിക് ഗേറ്റ് ഓഫ് ഇന്ത്യ എന്നും വിളിക്കുന്നു. ബാബറി മസ്ജിദ് പണിയുന്നതിനായി 2000 തൊഴിലാളികൾ പങ്കെടുത്തു. കൂടാതെ ലോകമെമ്പാടുമുള്ള എഞ്ചിനീയർമാരെയും ആർക്കിടെക്റ്റുകളെയും ഇതിന്റെ നിർമ്മാണത്തിനായി വിളിച്ചുവരുത്തിയിരുന്നു. ബാബറി മസ്ജിദിലാണ് ആദ്യമായി ശബ്ദ പ്രതിഫലന സാങ്കേതികവിദ്യ ഉപയോഗിച്ചത്. സുഹൃത്തുക്കളെ, AD 1528 ബാബറിന്റെ സൈന്യാധിപൻ മിർ ബാക്കിയാണ് ബാബറി മസ്ജിദ് പണികഴിപ്പിച്ചത്. അക്കാലത്ത് ഉത്തർപ്രദേശിൽ നിർമ്മിച്ച ഏറ്റവും വലിയ പള്ളിയായിരുന്നു ഇത്. ഇസ്ലാമിക വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമായിരുന്നു ബാബറി മസ്ജിദ്. ഇത് നിർമ്മിക്കാൻ ലോകമെമ്പാടുമുള്ള കല്ലുകൾ കൊണ്ടുവന്നു. ഏറ്റവും പുതിയ എയർ കൂളിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച ഇന്ത്യയിലെ ഏക പള്ളിയായിരുന്നു ഇത്. പള്ളിക്കുള്ളിൽ ചൂട് അനുഭവപ്പെടാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് ഇതിലുപയോഗിച്ചിരുന്നത്. സുഹൃത്തുക്കളെ, ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിനായി പ്രത്യേക ഇഷ്ടികകൾ നിർമ്മിക്കാൻ അയോധ്യയിൽ നിരവധി ചൂളകൾ നിർമ്മിച്ചിരുന്നു എന്നത് വളരെ കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ. ഈ പള്ളിക്കായി നിർമ്മിച്ച അത്തരം ഇഷ്ടികകളാണ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം ഉപയോഗിക്കുന്നത്. ബാബറി മസ്ജിദ് ഒരു കാലത്ത് അയോധ്യയിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു എന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. ഒരു കാലത്ത് അതിലേക്കെത്താൻ വലിയ കോവണികൾ ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. ബാബറി മസ്ജിദിൽ നിർമ്മിച്ച 200 അടി ഉയരമുള്ള മിനാരം ബാങ്ക് വിളിക്കാൻ ഉപയോഗിച്ചിരുന്നു. ശബ്ദ പ്രതിഫലന സാങ്കേതികവിദ്യ ഉപയോഗിച്ച ഇന്ത്യയിലെ ഏക പള്ളിയായിരുന്നു ബാബറി മസ്ജിദ്. താഴികക്കുടത്തിന് കീഴിൽ നിന്ന് ഒരാൾ സംസാരിച്ചാൽ പള്ളിയിലുടനീളം ശബ്ദം കേൾക്കാവുന്ന രീതിയിലാണ് ബാബറി മസ്ജിദ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അയോധ്യയിലെ ഏറ്റവും വലിയ ജുമാ മസ്ജിദായിരുന്നു ഇത്. ബ്രിട്ടീഷ് ഗവർണർ ലോർഡ് വില്യം ബെന്റിക്ക് പോലും ബാബറി മസ്ജിദിനെ പുകഴ്ത്താതിരിക്കാൻ കഴിഞ്ഞില്ല. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ അംഗശുദ്ധി വരുത്തുന്നതിനായി ബാഗ്ദാദിൽ നിന്ന് മിർ ബാക്കി ഒരു പുതിയ തരം വാഷ് ബേസിൻ കൊണ്ടുവന്നിരുന്നു. അതിൽ ആരെങ്കിലും വന്നു നിന്നാൽ ഉടൻ തന്നെ വെള്ളമൊഴുകുമായിരുന്നു. ബാബറി മസ്ജിദിൽ വർഷങ്ങളോളം ഈ വാഷ് ബേസിൻ ഉപയോഗിച്ചിരുന്നു. പ്രശസ്ത മുസ്ലിം ശാസ്ത്രജ്ഞനായ ഇസ്മായിൽ അൽ ജസരിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇന്ന് ഏതൊരു എഞ്ചിനും പ്രവർത്തിക്കാനാവശ്യമായ ക്രാങ്ക് ഷാഫ്റ്റ് ആദ്യമായി സൃഷ്ടിച്ച ലോകത്തിലെ ആദ്യത്തെ ശാസ്ത്രജ്ഞനായിരുന്നു അൽ ജസരി. റോബോട്ടിക്സിന്റെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. 3 താഴികക്കുടങ്ങളിലായി നിർമ്മിച്ച ബാബറി മസ്ജിദിൽ ഹീലിംഗ് വെൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കിണറുമുണ്ടായിരുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതുവരെ ഈ കിണർ വെള്ളം നൽകിക്കൊണ്ടിരുന്നു. 19-ാം നൂറ്റാണ്ട് വരെ അംഗശുദ്ധി വരുത്താൻ ഇത് ഉപയോഗിച്ചിരുന്നു. എല്ലാ മതസ്ഥരും ബാബറി മസ്ജിദിന്റെ മുറ്റത്തുള്ള ഈ കിണർ ഉപയോഗിച്ചിരുന്നു. ബാബർ ഇന്ത്യയിൽ 4 പള്ളികൾ പണിതുവെന്നും അതിലൊന്നാണ് ബാബറി മസ്ജിദ് എന്നും വളരെ കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ. ഘാഗ്ര നദിയുടെ തീരത്തുള്ള ഈ പള്ളി പണിയാൻ കല്ലുവെട്ടുന്ന 1500 എഞ്ചിനീയർമാരെ ബാബർ വിളിച്ചു. ബാബർ പുതിയ സാങ്കേതിക വിദ്യകളെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അക്കാലത്തെ ഏറ്റവും പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചു. വെടിമരുന്നും പീരങ്കിയും നിർമ്മിക്കുന്ന രീതികൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബാബറാണ്. ബാബറി മസ്ജിദിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഇമാമുമാരെ നിയമിച്ചു. അവർ 100 കണക്കിന് വർഷങ്ങളായി ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ജോലി തുടർന്നു. ബാബറി മസ്ജിദ് പണിതെങ്കിലും അത് കാണാൻ അയോധ്യയിൽ പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ബാബറി മസ്ജിദിന്റെ പണി പൂർത്തിയായപ്പോഴേക്കും അദ്ദേഹം മരിച്ചു. സുഹൃത്തുക്കളെ, മുഗൾ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ തലസ്ഥാനമായി അയോധ്യയെ മാറ്റാൻ ബാബർ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് അവധ് പ്രദേശത്തെ മുഗൾ ഭരണത്തിന്റെ ഭാഗമാക്കാൻ അദ്ദേഹം തന്റെ സർവ്വശക്തിയും എടുത്തത്. അയോധ്യയെ പ്രശസ്തമാക്കുന്നതിൽ ബാബറി മസ്ജിദിന് വലിയ പങ്കുണ്ട്. ഇതിന്റെ നിർമ്മാണവും ഡിസൈനും വളരെ മനോഹരമായിരുന്നു. ഇതിന്റെ ഡിസൈനും ഘടനയും പിന്നീട് താജ്മഹലിൽ ഉപയോഗിച്ചു. ബാബറി മസ്ജിദ് ഒരു കുന്നിൻ മുകളിലാണ് നിർമ്മിച്ചതെന്ന് വളരെ കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ. വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അയോധ്യയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായിരുന്നു ഈ കുന്ന്. ബാബറി മസ്ജിദ് ഒരു ക്ഷേത്രമാണെന്ന ആദ്യത്തെ അവകാശവാദം 1853-ൽ നവാബ് വാജിദ് അലി ഷായുടെ കാലത്ത് നിർമോഹി അഖാഡയാണ് ഉന്നയിച്ചത്. ഈ പള്ളി യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രമായിരുന്നുവെന്ന് ആദ്യമായി അവകാശപ്പെട്ടു. താമസിയാതെ ഇതൊരു യുദ്ധമായി മാറി. ബ്രിട്ടീഷുകാർ അന്വേഷണം നടത്തുകയും അതൊരു പള്ളിയാണെന്ന സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. സുഹൃത്തുക്കളെ, തുളസീദാസ് രാമചരിതമാനസ് എഴുതിയത് അയോധ്യയിലിരുന്നാണെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. എന്നാൽ പള്ളി പണിയാൻ ഏതെങ്കിലും ക്ഷേത്രം തകർത്തതായി അദ്ദേഹം അതിൽ പരാമർശിച്ചിട്ടില്ല. ചരിത്രപുസ്തകങ്ങളിൽ ഇതിന് വ്യക്തമായ തെളിവുകളുമില്ല. ബാബറി മസ്ജിദ് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണെന്ന് ജഡ്ജിമാർ മുതൽ സർക്കാരുകൾ വരെ പലതവണ ചരിത്രപരമായ തീരുമാനങ്ങൾ നൽകി. 1949-ൽ സിവിൽ ജഡ്ജി ബാബറി മസ്ജിദ് മുസ്ലിങ്ങളുടെ സ്വത്താണെന്നും അതിൽ മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ടെന്നും അത് ബാബർ നിർമ്മിച്ച പള്ളിയാണെന്നും പറഞ്ഞു. സുഹൃത്തുക്കളെ, ബാബറി മസ്ജിദിനുള്ളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നുവെന്നത് വളരെ കുറച്ചുപേർക്ക് മാത്രമേ അറിയൂ. ഈ തർക്കത്തിനു ശേഷം ഫൈസാബാദ് കോടതി പള്ളി പൂട്ടി. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നടക്കുമ്പോൾ കോൺഗ്രസ് സർക്കാരായിരുന്നു അധികാരത്തിൽ.
നെഹ്റു ഈ തർക്കം ഉടൻ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിന് ഉത്തരവ് നൽകിയെങ്കിലും അദ്ദേഹം അത് അവഗണിച്ചു. 1986-ൽ രാജീവ് ഗാന്ധി പള്ളിയുടെ പൂട്ടു തുറന്നുകൊടുത്തു. അതേസമയം രാമക്ഷേത്ര പ്രസ്ഥാനവും ആരംഭിച്ചു. അദ്വാനിയുടെ രഥയാത്ര എല്ലാം മാറ്റിമറിച്ചു. ഈ രഥം കടന്നുപോയിടത്തെല്ലാം അന്തരീക്ഷം മാറി. ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയം തുടങ്ങി. 1992 ഡിസംബർ 6-ന് അയോധ്യയിൽ കർസേവ പ്രഖ്യാപിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് കർസേവകർ ബാബർ നിർമ്മിച്ച പള്ളി തകർത്ത് തരിപ്പണമാക്കി. ഇത്തരത്തിൽ ബാബറി മസ്ജിദ് തകർത്തത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള പരസ്യമായ വെല്ലുവിളിയായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമായിരുന്നു അത്. സർക്കാരിന്റെയും കോടതിയുടെയും കൺമുന്നിൽ നടന്നത് തന്നെ അതിന് തെളിവാണ്. സുഹൃത്തുക്കളെ, ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ അയോധ്യയിൽ 144-ാം വകുപ്പ് നിലവിലുണ്ടായിരുന്നു. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ രൂപയുടെ മൂല്യം പെട്ടെന്ന് 6% ഇടിഞ്ഞു. പണപ്പെരുപ്പം ആകാശം മുട്ടെ ഉയരാൻ തുടങ്ങി. ബാബറി മസ്ജിദ് തകർത്തതുമൂലം തൊഴിലില്ലായ്മ വർദ്ധിച്ചു. അതിന്നും കുറയ്ക്കാനായിട്ടില്ല. ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം നടന്ന കലാപത്തിൽ ഇന്ത്യയ്ക്ക് 9,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. സുഹൃത്തുക്കളെ, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും തർക്കവിഷയമായ പള്ളിയായാണ് ബാബറി മസ്ജിദ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ കേസിൽ 10 ലക്ഷത്തിലധികം പേജുകളും 2000-ത്തിലധികം തെളിവുകളും ഉപയോഗിച്ചു. ബാബറി മസ്ജിദ് പൊളിച്ച് 10 ദിവസത്തിനു ശേഷം ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അവർ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ 17 വർഷത്തിനു ശേഷമാണ് അവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. അങ്ങനെ ലിബർഹാൻ കമ്മീഷൻ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മോശം അന്വേഷണ സംഘമായി മാറി. ബാബറി മസ്ജിദ് തകർത്തവർക്കെതിരെ CBIക്ക് കേസെടുക്കാൻ 1 വർഷമെടുത്തു. 49 പേർക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും എല്ലാവരെയും വെറുതെ വിട്ടു. അങ്ങനെ ബാബറി മസ്ജിദ് തകർത്തതാരാണെന്ന് ഇന്നും അറിയാനായിട്ടില്ല. സുഹൃത്തുക്കളെ, 2010 ഡിസംബർ 30-ന് അലഹാബാദ് ഹൈക്കോടതി ബാബറി മസ്ജിദിൽ വിധി പറയുകയും അതിനെ 3ആയി വിഭജിക്കുകയും ചെയ്തു. വിഷയം സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ആ സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ ഉത്തരവിട്ടു. എന്നിരുന്നാലും പള്ളി തകർത്തത് നിയമവിരുദ്ധമാണെന്നും അത് ചെയ്തവരെല്ലാം കുറ്റക്കാരാണെന്നും സുപ്രീം കോടതി സമ്മതിച്ചു. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി മുസ്ലിങ്ങൾ സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുകയും മറ്റൊരു സ്ഥലത്ത് 5 ഏക്കർ സ്ഥലമെടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ഇതിനെ പല മുസ്ലിം സംഘടനകളും ശക്തമായി എതിർത്തെങ്കിലും. സുഹൃത്തുക്കളെ, ബാബറി മസ്ജിദ് തകർത്ത പലരും മുസ്ലിങ്ങളായി മാറിയെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ബാബറി മസ്ജിദിന് നേരെ ആദ്യമായി ആഞ്ഞടിച്ച ബൽബീർ സിംഗ് എന്നയാൾ 2 വർഷത്തിനു ശേഷം ഇസ്ലാം സ്വീകരിച്ച് അമീർ എന്ന് പേരിട്ടു. ഇന്ത്യയുടനീളം അദ്ദേഹം 100ഓളം പള്ളികൾ പണിതു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടുവെങ്കിലും അതിന്റെ ചരിത്രം ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ മുസ്ലിമാണെന്ന് അഭിമാനിക്കുന്നുണ്ടോ? എങ്കിൽ കേൾക്കുക. നമ്മൾ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മുടെ അയൽപ്പക്കത്തെ പള്ളികൾ വിജനമായിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ബാബറി മസ്ജിദിനു വേണ്ടി മാത്രം ചോദിക്കുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ ഓർത്ത് ആദ്യം സ്വന്തം അയൽപ്പക്കത്തെ പള്ളികൾ ജനങ്ങൾ കൊണ്ട് നിറയ്ക്കുക. നമ്മുടെ പള്ളികളിൽ ചെന്നു നോക്കിയാൽ 1 വരി, പിന്നെ 2 വരി, 2-ൽ നിന്ന് 4 വരി, 4-ൽ നിന്ന് 5 വരികൾ. പക്ഷേ എന്താകണമായിരുന്നു? ഓരോ മുസ്ലിമിനും നമസ്കാരം നിർബന്ധമാണ്. 2 നമസ്കാരങ്ങൾ പോലും ഉപേക്ഷിക്കാൻ പാടില്ല. എന്നിട്ടും നമ്മുടെ അയൽപ്പക്കങ്ങളിലെ പള്ളികൾ 5 നേരത്തെ നമസ്കാര സമയത്തും ഒഴിഞ്ഞുകിടക്കുന്നു. 1-2 വരികൾ മാത്രമേ കാണുന്നു. വെള്ളിയാഴ്ചകളിൽ പള്ളി മുഴുവൻ നിറഞ്ഞതായും പുറത്തെ വഴികൾ പോലും തിങ്ങി നിറഞ്ഞതായും കാണുന്നു. വെള്ളിയാഴ്ചകളിൽ കാണുന്ന അതേ എണ്ണം ആളുകൾ എല്ലാ ദിവസവും 5 നേരത്തെ നമസ്കാരത്തിന് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ബാബറി മസ്ജിദ് ഒരിക്കലും തകർക്കപ്പെട്ടിരിക്കില്ല. സുഹൃത്തുക്കളെ, ബാബറി മസ്ജിദിന്റെ അവസാന നമസ്കാരം നടന്നത് 1949-ലാണ്. അതിനുശേഷം 1992 വരെ അവിടെ നമസ്കാരം നടന്നില്ല. എന്റെ മുസ്ലിം സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ പള്ളികൾ വിജനമാക്കിയതിന് അല്ലാഹു നമുക്ക് നൽകിയ ശിക്ഷയാണിത്. നമ്മൾ നമ്മുടെ പള്ളികൾക്കുള്ളിൽ പ്രാർത്ഥനകൾ നടത്തുന്നില്ല. നമ്മുടെ ചുണ്ടുകളിൽ ബാബറി മസ്ജിദ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ബാബറി മസ്ജിദ് എന്ന് വിളിച്ചാൽ മാത്രം അല്ലാഹു പ്രസാദിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ അല്ലാഹുവിനെ പ്രസാദിപ്പിക്കുമ്പോൾ മാത്രമേ അല്ലാഹു നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ. അല്ലാഹുവിനെ പ്രസാദിപ്പിക്കാൻ നമ്മൾ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കണം. എന്നാൽ സുഹൃത്തുക്കളെ, ബാബറി മസ്ജിദിന്റെ ഈ സംഭവം ചരിത്രം മാത്രമല്ല, നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സത്യം കൂടിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് മനസ്സിലാക്കേണ്ടത് കൂടുതൽ ആവശ്യമായി വന്നിരിക്കുന്നു. കാരണം സാഹചര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇന്ന് മുസ്ലിങ്ങളുടെ മുന്നിൽ പുതിയൊരു പരീക്ഷണം എത്തിയിരിക്കുകയാണ്. അതെ, ഇപ്പോൾ ചോദ്യം ഒരു പള്ളിയെയോ ഒരു തുണ്ട് ഭൂമിയെയോ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചും നമ്മുടെ അംഗീകാരത്തെക്കുറിച്ചും നമ്മുടെ പൗരത്വത്തെക്കുറിച്ചുമാണ്. സുഹൃത്തുക്കളെ, ബീഹാർ തെരഞ്ഞെടുപ്പിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയൊരു നടപടി സ്വീകരിക്കുകയും ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ SIR നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിനർത്ഥം ഈ 12 സംസ്ഥാനങ്ങളിലെ നിലവിലുള്ള വോട്ടർ പട്ടികകൾ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാണ്.
അടുത്തതും പുതിയതുമായ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 7-ന് പുറത്തിറങ്ങും. ഈ പുതിയ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് നിലനിൽക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കേണ്ടതുണ്ട്. ഇതാണിപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ ഭയവും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നത്. തങ്ങളുടെ പൗരത്വം എങ്ങനെ തെളിയിക്കും, ഏതൊക്കെ രേഖകൾ നൽകണം എന്ന ചിന്തയിലാണ് ഓരോ മുസ്ലിമും. പുതിയ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്തെ പൗരനായി കണക്കാക്കില്ലേ? ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പോലെയുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇനി ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഓരോന്നായി ഉത്തരം നൽകാൻ പോകുന്നു. അതോടൊപ്പം ഇപ്പോൾ തയ്യാറാക്കിയാൽ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകാത്ത ഒരു പ്രത്യേക രേഖയെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നു. അതായത് പുതിയ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുന്നതിന് ഒരു തടസ്സവുമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ചും നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ ദയവായി ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ലൈക്ക് ചെയ്യുകയും എല്ലാ സഹോദരീ സഹോദരന്മാരിലേക്കും എത്തുന്നതിനായി ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുവഴി ആരും ഇതറിയാതെ പോകരുത്. ഓരോ മുസ്ലിമിനും അവന്റെ അവകാശവും വ്യക്തിത്വവും സംരക്ഷിക്കാൻ കഴിയട്ടെ. അപ്പോൾ വരൂ സുഹൃത്തുക്കളെ, നമുക്ക് തുടങ്ങാം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ സമയത്ത് ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടത്തുന്നു. വോട്ടർ പട്ടിക ശുദ്ധവും കൃത്യവുമാക്കുന്നതിനാണ് ഈ സർവേ നടത്തുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അതോടൊപ്പം ഈ ലോകം വിട്ടുപോയ ആളുകളുടെ പല പേരുകളും വോട്ടർ പട്ടികയിൽ ഉണ്ടെന്നും ഒരിടത്ത് ഗ്രാമത്തിലും മറ്റൊരിടത്ത് നഗരത്തിലും എന്നിങ്ങനെ 2 സ്ഥലങ്ങളിൽ പേരുള്ളവരുമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഇതുകൂടാതെ തെറ്റായ രീതിയിൽ ഇന്ത്യയിൽ പ്രവേശിച്ച നിരവധി ആളുകളുമുണ്ട്. അതായത് നുഴഞ്ഞുകയറ്റക്കാരായ പലരുടെയും പേരുകളും വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പേരുകളെല്ലാം തിരുത്തുന്നതിനും വോട്ടർ പട്ടിക ശരിയാക്കുന്നതിനുമായി ഈ സർവേ നടത്തുന്നു. അതിലൂടെ രാജ്യത്തെ യഥാർത്ഥ പൗരന്റെ പേര് മാത്രമേ വോട്ടർ പട്ടികയിൽ വരികയുള്ളൂ. അവർക്ക് മാത്രമേ വോട്ടവകാശം ലഭിക്കൂ. ഇത് കണ്ട് പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഏതൊക്കെ രേഖകൾ നൽകേണ്ടിവരും എന്ന ഭയത്തിലാണ് മുസ്ലിങ്ങൾ. വോട്ടർ പട്ടികയിൽ പേര് വന്നില്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്തെ പൗരനായി കണക്കാക്കില്ലേ? അതോ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം ഇപ്പോൾ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും അംഗത്തിന്റെ പേരോ 2003-ലെ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രാന്തരാകുകയോ വേണ്ട. യഥാർത്ഥത്തിൽ അവസാനമായി സിർ നടന്നത് 2003-നും 2004-നും ഇടയിലാണ്. അതിനുശേഷം ഇതുവരെ നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ സിർ നടന്നിട്ടില്ല. അതിനാൽ 2003-ലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല. അവരെ ഈ രാജ്യത്തെ സ്ഥിര പൗരന്മാരായി കണക്കാക്കും. അത്തരം ആളുകൾ ഒരു തരത്തിലും രേഖകൾ കാണിക്കേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഇനി 1987 ജൂലൈ 1-നും 2004-നും ഇടയിൽ ജനിച്ച ആളുകളെക്കുറിച്ചാണ് ചോദ്യം വരുന്നത്. അത്തരം ആളുകൾ ഏതൊക്കെ രേഖകൾ നൽകണം? ഇതിനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യയിലെ പൗരനാണെങ്കിൽ നിങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ അവരുടെ ഏതൊക്കെ രേഖകൾ നിങ്ങൾ നൽകേണ്ടിവരും? ഓർക്കുക, ഇതിനായി നിങ്ങൾക്ക് അവരുടെ വോട്ടർ ID കാർഡോ പാസ്പോർട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യാം. അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും ഇവിടെ നൽകാം. ഇതോടൊപ്പം നിങ്ങളുടെ സ്വന്തം രേഖകൾ ഏതാണ് നൽകേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇതിനായി ഓർക്കുക, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നൽകാം. നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ ആ 11 രേഖകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രേഖ അറ്റാച്ച് ചെയ്യാം. അതുകൊണ്ടും നിങ്ങളുടെ പൗരത്വം തെളിയിക്കപ്പെടും. അതായത് നിങ്ങളുടെ ആധാർ കാർഡ് മാറ്റിവെക്കുക, പാൻ കാർഡ് മാറ്റിവെക്കുക, റേഷൻ കാർഡ് മാറ്റിവെക്കുക, നിങ്ങളുടെ പഴയ വോട്ടർ കാർഡ് മാറ്റിവെക്കുക. നിങ്ങളുടെ മറ്റേതെങ്കിലും രേഖ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. ഇത് നിങ്ങളുടെ പൗരത്വം തെളിയിക്കും. അതായത് ഈ രേഖകളിൽ ഒന്നുണ്ടാക്കി നിങ്ങൾ കൈവശം വെച്ചാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും പ്രശ്നം നേരിടേണ്ടി വരില്ല. ഒരു ഉദ്യോഗസ്ഥനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളുടെ പൗരത്വം എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയുന്ന ഈ 11 രേഖകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഇത് എല്ലാ മുസ്ലിമുകളും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവയിൽ 3-4 രേഖകൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കഴിയില്ല. കാരണം പല മുസ്ലിമുകളും കരുതുന്നത് തങ്ങൾക്കവയിൽ 3-4 രേഖകൾ ഉള്ളതുകൊണ്ട് പൗരത്വം എളുപ്പത്തിൽ തെളിയിക്കപ്പെടും എന്നാണ്. എന്നാൽ ഓർക്കുക, പൗരത്വം തെളിയിക്കാൻ ഈ 3-4 രേഖകൾ ഒട്ടും പ്രവർത്തിക്കില്ല. കാരണം അവ നിങ്ങളുടെ തിരിച്ചറിയലിന് മാത്രമുള്ളതാണ്. അവ കൊണ്ട് നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കഴിയില്ല. യാ അല്ലാഹു, എന്റെ ജീവിതത്തിൽ നിന്റെ റഹ്മത്തും നിന്റെ ഹിദായത്തിന്റെ വെളിച്ചവും ബഹുമാനത്തോടും അന്തസ്സോടും എളുപ്പത്തോടും കൂടി വരുന്ന സമ്പത്തും വർഷിക്കണമേ. അല്ലാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ. കടത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ. അപമാനത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. നീ അല്ലാത്ത ആരെയും ആശ്രയിക്കുന്നതിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ.
അല്ലാഹുവേ, നീ അളവില്ലാതെ ഐശ്വര്യം നൽകുന്നവനിൽ, പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്നവനിൽ, ഓരോ കണ്ണേറിൽ നിന്നും, ഓരോ അസൂയയിൽ നിന്നും, ഓരോ വെറുപ്പിൽ നിന്നും, അദൃശ്യമായ ഓരോ ഉപദ്രവത്തിൽ നിന്നും നീ സംരക്ഷിക്കുന്നവനിൽ എന്നെയും ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, എന്റെ സമയത്തിലും എന്റെ സമ്പാദ്യത്തിലും എന്റെ ഭവനത്തിലും എന്റെ കുടുംബത്തിലും എന്റെ ആരോഗ്യത്തിലും എന്റെ വിധിയിലും നീ ബരക്കത്ത് നൽകണമേ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും മുൻ ദിവസത്തേക്കാൾ മികച്ചതാക്കണമേ. എന്റെ അവസാന ദിവസം എല്ലാറ്റിലും മികച്ചതാക്കണമേ. ആമീൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.